ഹലോ, ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമേ. ഞാൻ പാലക്കാട് വരെ പോവാണ്. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. അത് വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ടു. എൻ്റെ കയ്യിലുള്ളത് വിഷ്കാറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ, അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, അത്യാവശ്യം നല്ല സൺസ്ക്രീനാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കുറച്ചധികം നാളായി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പയ്യെ ഒന്ന് ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐബ്രോ എന്താ ഇത് ബ്രാൻഡിൻ്റെ ആണെന്ന് വരെ ഇത് മാഞ്ഞു പോയി, സത്യം പറഞ്ഞാൽ ഞാനും ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇതും വിഷ്കെയറിൻ്റെയാണ്, നല്ല അടിപൊളി ലിപ് ബാമാണ്. നമ്മുടെ പിഗ്മെൻറ്റഡ് ലിപ്പൊക്കെ ആണെങ്കിൽ ലൈറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് പൊട്ട് കുത്തി കുങ്കുമമൊക്കെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ തോതിലൊരു കണ്ണെഴുത്ത്, അത്രയേ ഉള്ളൂ. അതും കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ചീവി. പിന്നെ ലാസ്റ്റ് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞ് ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ലൈറ്റൊരു കളറാണ് കേട്ടോ, ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടാണ് ഇട്ടത്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. കുർത്ത പാൻറ്റ് സെറ്റായിട്ടുള്ളതാണ്, അടിപൊളിയാണ്, കംഫർട്ടബിൾ വെയറാണ്. ഇതിൻ്റെ 2 കളറെങ്ങാണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടൊരു വാച്ചും ചെയിനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഫുൾ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ ത്രെഡ് വർക്കൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ്. പിന്നെ നമ്മൾ നേരെ പാലക്കാട് ചെന്നിട്ട് കോട്ട കാണാനാണ് പോകുന്നത്. കോട്ട കണ്ടു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാടിക ശില്പവാടിക എന്നും പറഞ്ഞിട്ട്. അതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പോയിട്ട് നമ്മൾ കുറേ നേരം കളിച്ചു, കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ പയ്യെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത്യാവശ്യം ഭയങ്കര ലോങ് ആയി പോവും. അതുകൊണ്ട് ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ പോലെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ആമയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും കോട്ടയുടെ ആ സൈഡിൽ പോയിട്ട് ആമയും മീനും ഒക്കെ കണ്ട് കുറേ നേരം നിന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ വലിയ കാര്യമായിട്ടുള്ള സെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പാലക്കാട് പോകുമ്പോൾ കോട്ടയൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.